ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു SST വ്ളോഗ്സ്. ഇന്ന് നമുക്കൊരു കിടിലൻ മീൻകറി റെസിപ്പി കണ്ടാലോ? അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. കറിക്ക് വേണ്ടി ആദ്യം അരപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഉലുവയിട്ട് മൂപ്പിച്ചെടുക്കുക. ഇതിനു ശേഷം കുറച്ച് സവാള നേർമ രീതിയിൽ അരിഞ്ഞ് ചേർക്കുക. സവാളയൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിനാവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് ഈ സവാളയിലേക്ക് ചേർക്കുക. ചേർത്തതിന് ശേഷം നന്നായി വഴറ്റുക. സവാളയെല്ലാം ബ്രൗൺ കളറുള്ളൊരു കളറായി വന്നാൽ മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ഇടുക. തക്കാളിയും നന്നായി വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുക. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഇളക്കുക. അതിനുശേഷം ഇതിലോട്ട് 1/2 കപ്പ് തേങ്ങ ചിരവിയത് കൂടി ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം ജാറിലേക്കിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കുക. പിന്നെ ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചുവന്നുള്ളിയും ചേർക്കുക. എന്നിട്ട് കറിവേപ്പിലയും ചുവന്നുള്ളിയും കൂടി നന്നായി വഴറ്റിയെടുക്കുക. 4 കൈ പച്ചമുളകും കൂടി ഇട്ട് നന്നായി ഇളക്കിയെടുക്കുക. ഏകദേശം ഈ ഒരു പാകത്തിനായി വരുമ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കുക. ശേഷം അത്യാവശ്യത്തിന് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി ഇളക്കുക. എന്നിട്ട് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർക്കുക. അരപ്പൊന്ന് ഇളക്കിയതിന് ശേഷം നന്നായി തിളപ്പിച്ച് എടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് കുടംപുളി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 കുടംപുളിയാണ്. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്ത ശേഷം മീൻ ഇതിലേക്ക് ചേർക്കുക. ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. മീൻ ചേർത്ത ശേഷം കുറച്ച് കറിവേപ്പില കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശേഷം അടപ്പ് ഉപയോഗിച്ച് മൂടി ഒന്ന് മീൻ വേവിച്ചെടുക്കുക. ശേഷം മീഡിയം സൈസുള്ള തക്കാളി ചെറുതാക്കി അരിഞ്ഞ് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർക്കുക. എങ്കിൽ നമ്മളുടെ കിടിലൻ മീൻകറി ഇവിടെ റെഡിയായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.